വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇഫ്താർ മീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, കുറേ നാളത്തിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഉമ്മയൊക്കെ വരാൻ മതിയാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇന്നത്തെ വൈബ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ചാലിയാർ പുഴയുടെ തീരത്താണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ മീറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സംഭവം തന്നെ, നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെല്ലാ പ്രാവശ്യവും പോകണമാണ്, ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി പോയി, നമ്മുടെ തിരക്ക് കാരണമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ റമദാൻ കഴിയാൻ വേണ്ടിയിട്ട് പോവാണ്, പെരുന്നാളായി തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ എന്തായാലും കൂടണമെന്ന് കുറേ ദിവസമായി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇതാക്കണം, ഇനി സ്നാക്സ് പുറത്തുനിന്ന് വാങ്ങിക്കണം, അങ്ങനെ കുറച്ചുകൂടി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ചാലിയാർ പുഴയുടെ തീരത്തേക്കാണ്. നമ്മുടെ മുറിഞ്ഞിമാടായിട്ട് കീപ്പറമ്പ് മുറിഞ്ഞിമാടിക്കാണ് പോകുന്നത്. അടിപൊളി വൈബാട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ പോവല്ലേ. അപ്പോൾ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളൊന്നുമില്ല, ഞങ്ങൾ ഒരു 4-5 ആളുകളേ ഉള്ളൂ. കുറേ ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊക്കെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ള ആളുകൾ വെച്ചിട്ട് അങ്ങോട്ട് ഒരു മീറ്റഡ് സംഘടിപ്പിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. അന്ന് ഇക്കും എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും പോരാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് കുറേ ദിവസമായി വിചാരിച്ചൊരു സംഭവമാണ്. കാരണം അടിപൊളി വൈബാണ്. പക്ഷെ ആ വൈബും ആ ഒരു ആംബിയൻസൊക്കെ നമുക്ക് ശരിക്കും വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ല, അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മളിത് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മിൽമ ബൂത്തിൽ വന്നതാണ്, നമുക്ക് ചായ കാച്ചാനും അതുപോലെ തന്നെ നമ്മൾ ജ്യൂസിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന ഓരോ സംഭവം ഞാനിങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഫ്രൂട്ട്സിൻ്റെ കാര്യം അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീട്ടിൽ വന്നിട്ട് ജ്യൂസ് അടിച്ചിട്ടൊക്കെ ബോട്ടിലാക്കി പോകുന്ന വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ ഇക്കാൻ്റെ വീട്ടിൽ വന്നു, ജ്യൂസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ 2 വലിയ ബോട്ടിലാക്കി പോകും. കാരണം നമുക്ക് നോമ്പെടുക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ജ്യൂസാണ്, പിന്നെ ചായയും. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വേണ്ടത് ജ്യൂസ്, ചായ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് പോവാണ്. അപ്പം നമ്മുടെ ഇത് ആ ജ്യൂസൊക്കെ നല്ല തിക്കായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലാക്കണതാണ് ടാസ്ക് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മയാണ് എനിക്ക് ബോട്ടിലാക്കി തരുന്നത്. ഉമ്മാക്ക് പോരാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഉപ്പിയും എല്ലാവരും ഉള്ളതുകൊണ്ട് എന്നെ പോരാൻ പറ്റിയിട്ടില്ല. അടുത്ത റമദാനിൽ ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും കൂടണം. കഴിഞ്ഞ റമദാനിന് നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഇക്കാക്കും വരാൻ പറ്റില്ല. ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഷോപ്പിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ അതിനുശേഷം അവർക്ക് തോട്ടത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ എന്തായാലും ഇക്കും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഉമ്മ ബോട്ടിലൊക്കെ എനിക്ക് ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബോട്ടിലാണ് എടുക്കുന്നത്. നമ്മൾ വിചാരിച്ച 2-3 ആൾക്കാർ ഒഴിവായിട്ടുണ്ട്. ഒന്ന് ഇക്കാനെ, ഒന്ന് എൻ്റെ കസിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ ഫ്രീസറിൽ ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ബോട്ടിൽ വലിയ ബോട്ടിലാണ്, ഒന്ന് ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ട് ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്നാണ് ഞാൻ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പാൽ ചായക്ക് വേണ്ടിയിട്ട് ഇതാ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. 1 ലിറ്റർ പാലിലേക്ക് നമ്മൾ പൊടിയും അതുപോലെ ഏലക്കായ ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഈ ചായ കേട്ടോ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ വെള്ളം കൂട്ടുമ്പോൾ ആ ഒരു ചായൻ്റെ ടേസ്റ്റ് പോവാം. എനിക്ക് ഈ ഒരു ചായ തന്നെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ എന്താ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റും അതുപോലെ തന്നെ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ഷോക്കേസിലുള്ള നമ്മുടെ തെർമോക്കോളിൻ്റെ ഒരു ഫ്രൂട്ട്സാണ്. അപ്പം ഞാൻ വീഡിയോയിൽ സ്റ്റൈലിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഫ്രൂട്ട് അല്ല കേട്ടോ. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടുന്ന് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചായ ഇവിടെ റെഡി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. കാരണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഹസ്സും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചൂടുള്ള ചായ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് അരീക്കോടിന്ന് നമ്മുടെ മന്തി വാങ്ങേണ്ടിനി, പിന്നെ സ്നാക്സൊക്കെ വാങ്ങേണ്ടിനി. എൻ്റെ ഫ്രണ്ട് മസ്നുവിനെ ഫ്രൂട്ടൊക്കെ വാങ്ങി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ചായ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഹസ്സു ഇപ്പോൾ നോമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അവൻ ലേസൊക്കെ കഴിച്ചിട്ട് നോമ്പ് ഇറക്കണം കേട്ടോ. അത് ചായ
ചായ റെഡി ആയിട്ട് നമുക്ക് പോകണം. ബാക്കിയൊക്കെ ഉണ്ട്. മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പത്തിരി എന്തൊക്കെ എന്നും കഴിക്കണമല്ലേ. മന്തി നമ്മളെന്നും കഴിച്ചിട്ടില്ല, എന്നാലും മന്തി ആകുമ്പോൾ പരിപാടി വേഗം കഴിയുമല്ലോ. മറ്റേത് പത്തിരി, ഒരു നൂൽപുട്ട്, പൊറാട്ടയും പിന്നെ അതിലേക്ക് കറി, പൊരി, അങ്ങനത്തെ കുറേ ആകുമ്പോൾ വലിയ സംഭവമാകും. പിന്നെ അതുപോലെ നമുക്കത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മന്തി ഓർഡർ ചെയ്തായിരുന്നു. ചിക്കൻ പെരി അൽഫാം പെരി മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ഫ്രൂട്ടൊക്കെ അവിടെ പോയിട്ട് കട്ട് ചെയ്യാന്നുള്ള പ്ലാനാണ്. ഇപ്പം തന്നെ ഏകദേശം 5:45. ഇനി ഇവിടുന്ന് ഈ ഒരു ചായ തിളച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര വൈബാട്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ കഴിഞ്ഞ റമദാനായിട്ടിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് റെൻ്റ് ടീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ എന്തായാലും നമ്മൾ അതൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ 2-3 ആളുള്ളൂ. അപ്പോൾ അത് ബുക്ക് ചെയ്യുന്നത് നമുക്ക് എന്നാലും മുതലാവില്ല. അപ്പോൾ നമ്മളിതാ അവിടെ സൈഡിലിരുന്നിട്ട് നോമ്പെടുക്കാൻ വൈബടിച്ച് പോവുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ വൈബ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഫൈനലി നമ്മൾ മുറിഞ്ഞുപാട് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ, കാറും ആളുകളുകൊണ്ട് ഭയങ്കര തിരക്കാണ്. മസ്നുവിനെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചായയൊക്കെ ആയി അതൊക്കെ ബോട്ടിലാക്കി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യണം. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, കണ്ടില്ലേ, അത്രയും തിരക്കാണ്. ഇപ്പോൾ ഈ ഒരു ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ റെൻറ്റിന് കൊടുക്കുന്ന ടീമാണ് കേട്ടോ. അപ്പം നമ്മളിത് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയതും എല്ലാം അവിടെ കവറിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മസ്നൂന് ഇവിടെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഹസ്സും ഉണ്ടായിരുന്നു. ഇനി എൻ്റെ ബ്രദർ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. നന്നായി തരില്ലേ, പർദ്ദയൊക്കെ ഇട്ട് എടുക്കലുണ്ടായിരുന്നു, മുഖംമൂടിയൊക്കെ. അതിലൊന്നും കാര്യമല്ലോ. വെള്ളം വാങ്ങണോ? വെള്ളം വാങ്ങണേ, നമുക്ക് അവിടെ ജ്യൂസ് അല്ല ഫ്രൂട്ട്സ് കേൾക്കാൻ പോവാ. അപ്പോൾ ഇതാണ് നമ്മുടെ മുറിഞ്ഞിവാടിൻ്റെ ഇപ്പോഴത്തെ റംലാൻ ആയപ്പോഴുള്ള അവസ്ഥ കേട്ടോ. ഒരുപാട് ഫാമിലി, അതും ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരൊക്കെ കുറേ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ മുറ്റത്ത് മുല്ലക്ക് ഒരിക്കലും മണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളൊന്നും ഇവിടെ വരില്ല. റംലാൻ 2 മുതൽ ഇവിടെ ആളുകളായിരിക്കും കേട്ടോ. അത് കഴിയണ വരെ അത്രയും ആളുകളാണ്, കണ്ടില്ലേ. ഒരുപാട് ഫാമിലി, നമ്മുടെ ഫാമിലി ആയിട്ട് എല്ലാവരും ഒരേ മൈൻഡുള്ളവരാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഇഫ്താർ മീറ്റൊക്കെ കളർഫുൾ തന്നെ ആവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വൈബ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഷോപ്പിലെ തിരക്കും കാര്യങ്ങളും, പിന്നെ ഇക്കാടെ വീട്ടിലാണെങ്കിൽ ഇക്കാക്കും ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ, പിന്നെ അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഫാമിലിനെ നമ്മൾ ഇപ്രാവശ്യം ഒന്നങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ ഫ്രണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ഓരോ പാത്രത്തിലാക്കി വന്നതാണ്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാത്രം കൊണ്ടുവരും വേണം, അതൊക്കെ അങ്ങോട്ട് റിസ്ക്കാണ് അങ്ങോട്ട് കൊണ്ടുപോകണ കാര്യം. പിന്നെ ഞാൻ ബൈക്കിലാണ് വന്നിട്ടുള്ളത്. ഹസ്മോനുണ്ടായിരുന്നു, എൻ്റെ ഒരു എളാപ്പയുടെ മോനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കവറിൽ കൊണ്ടുവന്നത് ഫ്രൂട്ട്സ് എല്ലാം മസ്നൂനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ഓർഡർ ചെയ്ത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ബോട്ടിൽ വാങ്ങിയതാണ് കേട്ടോ. അതല്ല രസം, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഇപ്പോൾ ഓപ്പൺ തന്നെയാണ് കേട്ടോ. ഐസ്ക്രീം, അതുപോലെ തന്നെ കുലുക്കി സർബത്ത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റാളുകൾ ഇവിടെ ഓപ്പൺ ആണ്. ഞാൻ അതൊന്നും ഉള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം മൊത്തത്തിൽ എന്തായാലും അടിപൊളിയാണ്. വിരിച്ചതാ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു ടൈം ആയപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സൊക്കെ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് കാരക്കൊക്കെ വെച്ച് നമ്മൾ സ്നാക്സും കഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള മന്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ലൈറ്റിങ് കുറച്ച് കുറവുണ്ട്. കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിങ്ങിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അത് നൈറ്റ് ആകുമ്പോൾ അത്രയും നല്ല ഇത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, നല്ല മൊത്തത്തിൽ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഭയങ്കര നല്ല തണുത്ത
തണുത്ത കാറ്റും കാര്യങ്ങളും. ഇവിടെ വന്നിട്ട് നമുക്ക് പോകാൻ തോന്നുന്നില്ല, അവിടെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഇതാ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ഭാഗത്തായിട്ട് ആളുകളാണ്. ചില ഭാഗങ്ങളിൽ റെൻറ്റ് ടീമുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നമ്മൾ ബുക്ക് ചെയ്യാൻ തോന്നുന്നു. അവിടെയൊക്കെ ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാലൊക്കെ ഒരുപാട് ആളുകൾ വേണം ഇങ്ങനത്തെ ഇഫ്താർ മീറ്റിനൊക്കെ. അപ്പോൾ നമ്മളിതാ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇതാ ബോട്ടിലാക്കി കൊണ്ടുപോകൊണ്ട് തന്നെ നമുക്ക് ഒഴിക്കാനൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞി ഫ്ലാസ്കിലാണ് നമ്മൾ ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാനും മസ്നുനും കുറേ ദിവസത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. എൻ്റെ ബ്രദർ ഇതാ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. വലിയ ആളാണ് കേട്ടോ, ചെറിയ ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല, കാരണം അവർ ഷോപ്പിൽ തിരക്കായതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അസുമോനുണ്ട്, പിന്നെ തൊട്ടടുത്തുള്ള എൻ്റെ എളാപ്പയുടെ മോനാണ്. പിന്നെ എൻ്റെ കസിനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തായാലും ഇതിൽ കൂടാൻ പറ്റിയിട്ടില്ല. എത്ര കയറ്റൂല ഇനി നമ്മൾ പോണ്ടേ രണ്ടും ചായ മീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അരീക്കോടുക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരീക്കോട് വന്നപ്പോൾ ഉമ്മ പറഞ്ഞാൽ നമുക്കിതാ താഴെ പോയിട്ട് ജീരക സോഡൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അത് ഉമ്മാൻ്റെ കൂടെ വന്നതാണ്. അതിനുശേഷം ഇതാ ഇക്ക അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇക്ക നമ്മുടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് അവിടെ വൈബടിച്ച് സോഡ കുടിക്കുക. അസുമോന് മുകളിലാണ്, ഷോപ്പിലാണ് ഉള്ളത്. അവിടെ കുറേ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവരെ കൂടെ കളിക്കുകയാണ്. ആൾ വന്നിട്ടില്ല. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഫാൻസിക്കാണ്, കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കേണ്ടിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതാ സ്ഥിരമായിട്ട് പോകുന്ന സോഡയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുലുക്കിയൊക്കെ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അത് നമ്മുടെ സ്ഥിര സ്പോട്ടായിട്ട് ഇട്ടിട്ടോ. അതും അതുപോലെ തന്നെ നമ്മുടെ ഐസൊക്കെ. അപ്പോൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ അത് ഉമ്മ ഓരോന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വൈബ് അടിച്ച് ഇങ്ങനെ ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഫാൻസി ഐറ്റംസൊക്കെ. എന്താണ് പുതിയ ഐറ്റംസ് ഇറങ്ങുന്നത് അതെല്ലാം ഞാൻ വാങ്ങിക്കൂട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ യൂസ് ചെയ്യൽ കുറവാണ്. ഇപ്പോൾ ഒരു വാച്ചും എൻ്റെ ഗോൾഡിൻ്റെ റിങ്ങും അങ്ങനത്തെ തന്നെ യൂസ് ചെയ്യൽ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ രസമായിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ. എന്തായാലും ചെറിയ അത്യാവശ്യമായിട്ടുള്ള സംഭവം എനിക്ക് എന്തായാലും പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈദ് ഡ്രസ്സാ ബ്ലൂ ആണോ എന്ന്. ബ്ലൂ അല്ല കേട്ടോ, ഞാൻ വേറെയാണ് എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഈദിൻ്റെ ഡ്രസ്സെല്ലാം ആയിട്ടുള്ള വ്ളോഗ് എന്തായാലും നാളേക്കായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന്
അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് മാലയും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. കാരണം ഇത് ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അസൂന് വേണ്ടിയിട്ട് അവന് ജസ്റ്റ് ഒരു വെള്ളമൊക്കെ വാങ്ങാണ്ടിട്ട്